വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഓർമ്മിക്കുക, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ഓർമ്മദിനമാണിന്ന്. ഈശോ ഒരിക്കൽ ഒരു ശിശുവിനെ വിളിച്ച് അപ്പസ്തോലന്മാരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മനസ്സു തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈശോ അന്ന് വിളിച്ചു നിർത്തിയ കുഞ്ഞാണ് പിൽക്കാലത്ത് വിശുദ്ധ ഇഗ്നേഷ്യസ് ആയത്. അന്ത്യോക്യയിലെ മെത്രാനായിരുന്ന എവോരിയോസിന്റെ മരണശേഷം 69-ാം ആണ്ടിൽ മെത്രാനായത് ഇഗ്നേഷ്യസ് ആയിരുന്നു. ഇദ്ദേഹം തന്റെ അജഗണത്തെ വളരെ താല്പര്യത്തോടെ ഭരിച്ചു പോന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനും കൂടിയായിരുന്നതിനാൽ സിറിയയിലെ മെത്രാന്മാരെല്ലാം ഇദ്ദേഹത്തിന്റെ ഉപദേശം ആരാഞ്ഞ ശേഷം മാത്രമേ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നുള്ളൂ. സ്മിർനായിലെ വിശ്വാസികളെ അദ്ദേഹം ഇപ്രകാരം ഓർമ്മപ്പെടുത്തി, വിശുദ്ധ കുർബാനയിൽ നമുക്ക് വേണ്ടി മരിച്ച ഈശോയുടെ ശരീരരക്തങ്ങളാണെന്ന വിശ്വാസമില്ലാത്തവരാണ് വിശുദ്ധ കുർബാനയിൽ നിന്നും അകന്നു ജീവിക്കുന്നവർ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി. അവരെ പറഞ്ഞു തിരുത്തേണ്ട ആവശ്യമില്ല. 105-ാം ആണ്ടിൽ ട്രാജൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് അദ്ദേഹം പാർത്തിയ സമരത്തിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ഇഗ്നേഷ്യസ് മെത്രാനെ വിളിച്ചു ചോദിച്ചു, ഈ നാട്ടിലെ ജനങ്ങളെ ക്രിസ്തുവിന്റെ നിയമം പഠിപ്പിച്ചു വഞ്ചിക്കുന്ന പിശാച് നിങ്ങളാണോ? ഞാൻ പിശാചല്ല, ഈശോയുടെ പുരോഹിതനാണ്. എനിക്ക് ജുപ്പിറ്ററിന്റെ പിശാചാകേണ്ട. ചക്രവർത്തി ഉടനെ കൽപ്പിച്ചു, ഇയാളെ റോമിൽ കൊണ്ടുപോയി കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണത്തിനായി നൽകുക. ഇതു കേട്ട മാത്രയിൽ ഇഗ്നേഷ്യസ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങയിലുള്ള വിശ്വാസത്തെ പ്രതി എന്റെ ജീവൻ ബലി ചെയ്ത് എന്റെ സ്നേഹം പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ചക്രവർത്തിയുടെ സേവകർ ചങ്ങലയിൽ പൂട്ടി. ഞാൻ എന്റെ കൈവിലങ്ങുകൾ ക്രിസ്തുവിനെ പ്രതി വഹിക്കുന്നു. അത് ഏതൊരു നിധിയേക്കാളും വിലമതിക്കുന്നു. അതെനിക്ക് ആത്മീയ പവിഴമാലയാണ്. ഞാൻ ക്രിസ്തുവിന്റെ നിർമ്മല പുഷ്പമാകാൻ വന്യമൃഗങ്ങളുടെ ഭക്ഷണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചിലരെ അവ തൊടാറില്ല. അങ്ങനെ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. 107-ാം ആണ്ട് ഡിസംബർ 20-ാം തീയതി അദ്ദേഹത്തെ സിംഹത്തിനിട്ടുകൊടുത്തു. വലിയ അസ്ഥികൾ ഒഴികെ ബാക്കിയെല്ലാം അവ തിന്നു. മെത്രാന്റെ കൂടെയുണ്ടായിരുന്ന 2 ഡീക്കന്മാരായ ഫിലോ, അഗാത്തോപോഡുസ് എന്നിവർക്ക് പിറ്റേ ദിവസം ഇഗ്നേഷ്യസ് പ്രത്യക്ഷപ്പെട്ടു. ഈ വിശുദ്ധന്റെ ആഴപ്പെട്ട വിശ്വാസം എല്ലാവരുടെയും ഹൃദയത്തെ സ്വാധീനിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. സ്നേഹം വച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമായിതാ, സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹവിരുന്നിതാ. സ്നേഹം വച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമായിതാ, സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹവിരുന്നിതാ. തിരുമേനിടമായി മാറിയ തിരുഹൃദയം ഇതാ, തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുൻപിൽ. തിരുമേനിടമായി മാറിയ തിരുഹൃദയം ഇതാ, തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുൻപിൽ. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം, ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം, ഹൃദയ
ദിവ്യഭോജ്യം. ജീവന്റെ മന്ന നൽകിടുവാൻ മേനി മുറിവേറ്റ സ്നേഹം. ഈ നിത്യജീവന്റെ മന്ന നൽകിടുവാൻ മേനി മുറിവേറ്റ സ്നേഹം. നിത്യമാം രക്ഷ നൽകാൻ നമ്മോട് കൂടെ സ്വയം ചെറുതായൊരു സ്നേഹം. നിത്യമാം രക്ഷ നൽകാൻ നമ്മോട് കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം. ആ സ്നേഹമാണീ വിരുന്ന്. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം. ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം. ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം. സ്വീകരിക്കുമീ പരിശുദ്ധ കൂദാശ. പാപങ്ങൾ മോചിക്കും സ്നേഹം. നീ സ്വീകരിക്കുമീ പരിശുദ്ധ കൂദാശ. പാപങ്ങൾ മോചിക്കും സ്നേഹം. നിന്നിൽ അലിഞ്ഞിടാൻ നിൻ സ്വന്തമായിടാൻ കുർബാനയായൊരു സ്നേഹം. നിന്നിൽ അലിഞ്ഞിടാൻ നിൻ സ്വന്തമായിടാൻ കുർബാനയായൊരു സ്നേഹം. ആ സ്നേഹമാണീ വിരുന്ന്. സ്നേഹം വച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമായിതാ. സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹവിരുന്നിതാ. തിരുമേനിടമായി മാറിയ തിരുഹൃദയം നിതാ. തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുൻപിൽ. തിരുമേനിടമായി മാറിയ തിരുഹൃദയം നിതാ. തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുൻപിൽ. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം. ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം.